CPI ചവറ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്ന PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. കൊറ്റംകുളങ്ങര ക്ഷേത്ര മൈതാനത്ത് നിന്ന് തുടങ്ങിയ പ്രതിഷേധ മാർച്ച് ചവറയിൽ സമാപിച്ചു. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്ന PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട CPI ചവറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. കൊറ്റംകുളങ്ങര ക്ഷേത്ര മൈതാനത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ചവറയിൽ സമാപിച്ചു. മതേതര വിശ്വാസികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നടത്തിയ ധർണ CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് R. സജിലാൽ ഉദ്ഘാടനം ചെയ്തു. PM ശ്രീ പദ്ധതിക്കെതിരെ ശക്തമായി പോരാട്ടം സംഘടിപ്പിക്കുവാൻ ധാർമ്മികമായ അവകാശമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമ്മുടെ രാജ്യത്തെ അധികാരത്തിൽ നിൽക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് 12 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ ഗവൺമെന്റ് സമസ്ത മേഖലകളിലും ജനവിരുദ്ധ നിലപാടുകളും വർഗീയ നിലപാടുകളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് അനുദിനം സ്വീകരിച്ചു വരുന്ന ഓരോ ഭരണപരിഷ്കാരങ്ങളും നമ്മളെല്ലാം ബോധ്യപ്പെടുത്തുകയാണ്. ഇതിപ്പോൾ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് ആദ്യഘട്ടത്തിൽ അധികാരത്തിൽ വരുമ്പോഴും രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുവാനും രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വരേണ്യവൽക്കരിക്കുവാനും നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വാണിജ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള കടുത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ നയങ്ങളും പരിഷ്കാരങ്ങളുമായിരുന്നു ആ ഗവൺമെന്റും സ്വീകരിച്ചിട്ടുള്ളത്. ജില്ലാ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ഷാജി S. പള്ളിപ്പാടൻ അധ്യക്ഷത വഹിച്ചു. ഇത് പറയുന്നത് പൊതുസമൂഹമാണ്. അങ്ങനെ പൊതുസമൂഹം പറയുന്ന നിലയിലേക്കൊരു വിഷയം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ്. കാരണം നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ തിട്ടൂരമനുസരിച്ച് എഴുതപ്പെടേണ്ടതും എഴുതി ചേർക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമല്ല. ഇന്ത്യൻ ഭരണഘടനയിൽ അത് കേന്ദ്ര വിഷയവുമല്ല, അത് സംസ്ഥാനങ്ങളുടെ പരിധിക്കുള്ളിൽ വരുന്ന വിഷയമാണ്. ആ വിദ്യാഭ്യാസത്തെയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് വളരെ അപകടകരമായ രീതിയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ദീർഘമായ ചിന്തയുടെയും ധാരണയുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തന പരിപാടികളുടെ ആസൂത്രണത്തിന്റെ ഭാഗമായി രാജ്യത്താകമാനം ഒരു ദേശീയ വിദ്യാഭ്യാസ നയം എന്ന നിലയിൽ കൊണ്ടുവരികയാണ്. മണ്ഡലം സെക്രട്ടറി അനിൽ പുത്തേരം സ്വാഗതം പറഞ്ഞു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐഷുഖാബ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ S. സോമൻ, അഡ്വക്കേറ്റ് PB ശിവൻ, R. മുരളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.